ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. പക്ഷെ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അധികം തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മെയിനായിട്ട് നമ്മുടെ കബോർഡ് ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ നേരം വെളുത്തുള്ള മോർണിംഗ് സ്കൈ ആണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ വ്യൂ തന്നെയാണ്. ഫ്ലാറ്റ് കുറച്ച് ഉയർന്നൊരു സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് ഏത് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അതുപോലെ പ്രത്യേകിച്ച് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് എപ്പോഴും കമൻറ്റ് വരാറുള്ളതാണ് നല്ല ഭംഗിയുള്ള ബാൽക്കണിയാണ്, നല്ല വിഷ്വൽസ് ആണെന്നുള്ളത്. അപ്പോൾ രാവിലെ കുറച്ച് ലെഫ്റ്റ് ഓവർ പുട്ട്, പയർ, അതുപോലെ കുറച്ച് ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമുക്ക് വയറിന് അത്ര നല്ല സുഖമില്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇഡ്ഡലിയല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ലഞ്ചിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു എഗ് വൈറ്റ് ഓംലെറ്റ് ആണ് എടുക്കുന്നത്. അതുപോലെ അന്നത്തെ ദിവസം ഞാൻ കുറച്ച് കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. അതുപോലെ എഗ് വൈറ്റ് ഓംലെറ്റ്, കുറച്ച് ചമ്മന്തി, കുറച്ച് തൈര്, അങ്ങനെ സിമ്പിളായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ ഉടനെ ഞാനും മോളും കൂടി ഒന്ന് പുറത്ത് പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലൈബ്രറി ക്ലോസ് ചെയ്യും. അപ്പോൾ ലൈബ്രറി പോകണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് ഞാൻ പിന്നെ കാർ തന്നെ എടുത്തു. അപ്പോൾ ഇതാണ് ലൈബ്രറി. വലിയ തരക്കേടില്ലാത്ത കളക്ഷൻസാണ് ഉള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ടിങ്കിൾ, അതുപോലെ ടിൻ ആസ്ട്രിക്സ് അങ്ങനെയുള്ള ബുക്സൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വായിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഏത് ബുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അല്ലാത്ത ബുക്സൊക്കെ എടുത്താൽ വായന കുറവാണ്. ഏതൊക്കെയോ ബുക്സൊക്കെ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുക്കൽ കുറവാണ്. കാരണം എനിക്ക് ഒരു ബുക്ക് വായിച്ചു തീർക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ പിന്നെ ഞാൻ ഏതെങ്കിലും ബുക്ക് ആമസോണിൽ നിന്നോ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോറിൽ നിന്നോ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മൾ HNC ബുക്ക് സ്റ്റോറിലും കൂടി കയറി. കാരണം ഞാനൊരു പെയിൻറ്റിങ് കോഴ്സിന്, കാലിഗ്രാഫിയുടെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അതുപോലെ മോള് ആക്രിലിക്കിൻ്റെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ബ്രഷും കളേഴ്സും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടി കയറി പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പാൻട്രി ക്ലീൻ ചെയ്തു. അതിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് ഡൈനിങ് ഏരിയയിൽ മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് 2 ദിവസം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്കൊരു സാവകാശം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടു. എന്നിട്ട് പോലെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ബ്ലൂ ബോക്സല്ലേ, ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസ്, അതുപോലെ ഇപ്പോൾ കറി മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത്, സാമ്പാർ പൊടി, അങ്ങനെ നമ്മൾ കറികൾക്ക് ആവശ്യമുള്ള പൊടികൾ ഞാൻ എല്ലാം കൂടി ആ ബോക്സിലാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇത് കുറച്ച് നമ്മൾ മോർണിംഗ് ഡ്രിങ്കിന് ആവശ്യമുള്ള സാധനങ്ങൾ, വെള്ളം തിളപ്പിക്കാൻ കരിഞ്ജീരകം, കിസ്മിസ്, നമ്മൾ രാവിലെ കഴിക്കുന്ന കുറച്ച് ഐറ്റംസ് ഇല്ലേ, ഹണി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഞാനെടുത്ത് ചിയ സീഡ്സ് അതെല്ലാം വേറൊരു ഗ്രൂപ്പാക്കി വെച്ചു. ഇത് നമ്മുടെ സ്നാക്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചത് ഞാനൊരു സിപ്പ് ലോക്ക് കവറിലാക്കി. അതുപോലെ റസ്ക്, പിന്നെ മാഗി നൂഡിൽസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് വെച്ചു. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് എനിക്ക് കാണാനും എളുപ്പമുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് ചായയുടെയൊക്കെ ഐറ്റംസ്, ചായപ്പൊടി, ഗ്രീൻ ടീ, പിന്നെ ബ്രൗൺ ഷുഗർ, ബോൺവിറ്റ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം കൂടി ഈ ഒരു ബോക്സിലാക്കി. ഇനി ഇത് പുട്ടുപൊടിയുടെ ഒരു പാക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെമ്പാ പുട്ട്, പിന്നെ റാഗി പുട്ട്, പിന്നെ സാധാരണ നമ്മുടെ അരിപ്പുട്ട്, ഇത്രയും ഉള്ളതുകൊണ്ട് ഞാനത് കവറിൽ നിന്ന് പൊട്ടിക്കാതെ കവറിൽ തന്നെ ആക്കിയിട്ട് പുട്ടുപൊടിയുടെ ഒരു ബാസ്ക്കറ്റ് കേട്ടോ. ഇതൊക്കെ റാൻഡമായിട്ട് അവൽ, പാസ്ത, ഓട്സ്, അങ്ങനെയൊക്കെയുള്ളത് ഒത്തിരി അങ്ങ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഞാനിങ്ങനെ വെച്ചു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാറ്റഗറിയിലും പെടാതെ കുറച്ച് നിക്നാക്സ് ഒക്കെ കിട്ടില്ലേ, അത് ഞാൻ വിചാരിച്ചു ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ അതൊന്ന് ലേബൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ലേബലൊന്ന് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അതിനകത്തുണ്ടോ എന്നുള്ളത്. തൽക്കാലം അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഏകദേശം ഇങ്ങനെ സാധനങ്ങളെല്ലാം തന്നെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കബോർഡിനകത്തോട്ട് എടുത്ത് വെക്കണം. താഴത്തെ സെക്ഷനിൽ അരി, പൊടി, ഗോതമ്പ് പൊടി, അരിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതേപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ലേബൽ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ലേബൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഓർഗനൈസിങ് ഒക്കെ ചെയ്യുമല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇപ്പം എങ്ങോട്ടേലും കൊണ്ടുപോകുമ്പോൾ പൊതിഞ്ഞിട്ട് നമ്മൾ ലേബൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് ടേപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെയുള്ള ലേബിൾസ് ഒന്നും തന്നെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പൊതുവേ ഇപ്പോൾ ലേബലിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ അധികം ഇതുപോലുള്ള ലേബിൾസ് നമുക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ ആമസോണിൽ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇതേവരെ അങ്ങനത്തെ ഒന്നും വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ ആ ലേബലിന് നനയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടാണ്. അതുകൊണ്ട് ഞാനത് വാങ്ങി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുപൊടിയുടെ ഐറ്റംസ് ഒന്ന് ലേബൽ ചെയ്തു. അടുത്തത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ സാധാരണ ബോൾ പോയിൻറ്റ് പെന്ന് വെച്ചിട്ട് എഴുതിയിട്ട് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. അടുത്തത് പച്ചരിയും ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അടുത്തത് അരിപ്പൊടിയാണ്. അരിപ്പൊടി കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇടിയപ്പം ഉണ്ടാക്കാനാണ്. പത്തിരി പൊതുവേ അങ്ങനെ ഉണ്ടാക്കലില്ല, വളരെ ചുരുക്കമാണ് അങ്ങനെ ഉണ്ടാക്കൽ. എനിക്ക് ഭയങ്കര മടിയാണ്. ചപ്പാത്തി, പത്തിരി ഐറ്റംസ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്, ഇങ്ങനെ പരത്തി എടുക്കണ്ടേ. ചപ്പാത്തി ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ട് ഇപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഡയറ്റിൽ വേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കും. പക്ഷെ പത്തിരി എന്ന് പറയുന്നത് മിക്കവാറും എവിടുന്നേലും നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമ്പോൾ വാങ്ങുകയാണ് കേട്ടോ. നമുക്ക് നല്ലത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അരിപ്പൊടിയുടെ ഒരു മാർക്കർ പെൻ വെച്ച് എഴുതി കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി കൂടി ക്ലിയർ ആണല്ലേ. അടുത്തത് പഞ്ചസാര ഇതുപോലെയുള്ളൊരു ടിന്നിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബ്രൗൺ ഷുഗറിലോട്ട് മാറണമെന്നുണ്ട്. പക്ഷേ ചായയിലൊക്കെ ഈ ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് അത്ര സുഖമാവണില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കുമ്പോൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് വരില്ലേ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാവുന്നതിൽ ഞാൻ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യും. പക്ഷേ കൂടുതലും വൈറ്റ് ഷുഗർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ കുത്തരിയാണ്. ഇതിപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്വാദിൻ്റെ അരിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോഴത്തേനും നമ്മൾ ശരിക്കും 20% തവിടുള്ള അരിയാണ് വാങ്ങൽ. അപ്പോൾ ഞാനതിൻ്റെ ലേബൽ വാങ്ങിയപ്പോൾ അത് തെറ്റി വന്നിരുന്നു. 50% തവിടുള്ള അരിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ കവർ ജസ്റ്റ് പൊട്ടിച്ചതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് സാധാരണ കുത്തരി വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് ഇത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ്. പക്ഷേ എത്ര നാളും കൊണ്ട് അത് എടുത്ത് തീരുന്നറിയില്ല. പിന്നെ നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കാൻ എടുത്താൽ ഒത്തിരി നല്ലതായിരിക്കുമല്ലോ, തവിട് കൂടിയ റൈസ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഈ ഒരു സെക്ഷനിലാണ് ഞാനിങ്ങനെ വലിയ കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇടയിലൊരു തട്ടുള്ളൊരു കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ തട്ട് പോന്നപ്പോൾ ഞാനിതൊരു വലിയ കമ്പാർട്ട്മെൻ്റായിട്ട് തന്നെ ഒറ്റയായിട്ട് അങ്ങ് യൂസ് ചെയ്യാണ്. അതല്ലെങ്കിൽ ശരിക്കും ഇത്രയും പൊക്കമുള്ള കണ്ടെയ്നേഴ്സ് ഒന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആയപ്പോഴത്തേനും അത് ശരിക്കും നന്നാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് ഒരു ഒറ്റ ലെയറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യണത്.
ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്, എല്ലാം ലേബിൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കണ്ടെയ്നറിൽ നമ്മുടെ സാധാരണ കുത്തരി വരാനുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സെക്ഷനിൽ ഞാൻ വലിയ കണ്ടെയ്നേഴ്സിനകത്ത് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരില്ലേ, അത് പെട്ടെന്നൊന്ന് ഡംപ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കുറേ നാളായിട്ട് സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ആ വലിയ കണ്ടെയ്നേഴ്സൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്കൊരു ഓർഗനൈസ്ഡ് ഫോമായി, ഏതൊക്കെ കണ്ടെയ്നേഴ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലത്തെ സെക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. പൊക്കമുള്ള സെക്ഷനിൽ ഞാൻ ഇതുപോലെയുള്ള ഹാൻഡിലുള്ള ബാസ്ക്കറ്റ്സ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേനും നമുക്ക് മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ആ ബാസ്ക്കറ്റ് താഴോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം തിരിച്ച് ആ ബാസ്ക്കറ്റ് മുകളിലോട്ട് വെച്ചാൽ മതിയല്ലോ. എനിക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഈ ബാസ്ക്കറ്റ്സിലൊന്നും ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് ഒരേ കാറ്റഗറി അങ്ങനെയൊന്നും അല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പം ഇതുപോലുള്ള കുറേ കവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതിങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓരോ ബാസ്ക്കറ്റിൻ്റെ പുറത്തും ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്ക് താഴേന്ന് കബോർഡ് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഏത് കണ്ടെയ്നറിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് സമയം കിട്ടുന്നതനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഈ ബാസ്ക്കറ്റിനകത്ത് ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇപ്പോൾ അതിനകത്ത് ഗോതമ്പ് പൊടി, പാസ്ത അങ്ങനെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ലേബൽ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് കബോർഡ് തുറക്കുമ്പോൾ തന്നെ ഇപ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയും ചെയ്യും. ഇതിനകത്ത് ഞാനിപ്പോൾ പാസ്ത, അവൽ, പിന്നെ ഒരു പൊട്ടിക്കാത്ത പാക്കറ്റ് ഓട്സ്, ഇത് മൂന്നുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് എഴുതിയതിന് ശേഷം അതവിടെ ഒട്ടിച്ചു കൊടുത്തു. അതല്ലെങ്കിൽ നമുക്കങ്ങനെ ഏതൊക്കെ പാക്കറ്റാണ് ഏതൊക്കെ ബാസ്ക്കറ്റിലുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് അങ്ങ് വിട്ടുപോകും. പ്രത്യേകിച്ച് നമ്മൾ മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിനകത്ത് ബാക്കിലൊക്കെ ഇരിക്കുവാണ് സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങ് പോവും, സാധനങ്ങളുടെ എക്സ്പയറി അങ്ങ് കഴിഞ്ഞ് പോവുകയും ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് ഏറ്റവും പ്രോബ്ലം ഉണ്ടായിരുന്നത്. അത് ഏകദേശം ഇപ്പം സോൾവ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ലേബൽ ചെയ്തതൊന്നും എനിക്ക് അത്ര നീറ്റായിട്ടൊന്നും അല്ല തോന്നുന്നത്. അപ്പം ഒന്നാമത് നമ്മൾ സമയമില്ലാത്ത സമയത്തൊക്കെയാണല്ലോ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് ലേബൽ ചെയ്യാം, പിന്നെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നല്ല ലേബൽസോ അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടി ഭംഗിയിലൊക്കെ ലേബൽ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ആ പരിപാടി അങ്ങ് ചെയ്തു തീർക്കുകയാണ്. കണ്ടില്ലേ, അത്ര നീറ്റല്ല അത്. ആ ബാസ്ക്കറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് എഴുതുമ്പോഴത്തേനും നല്ല വൃത്തിയിലൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഒരു പൊട്ടിച്ച സേമിയയുടെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെയും പാസ്ത തന്നെയാണെന്ന് തോന്നുന്നു, വേറെ മാക്രോണി അങ്ങനെ എന്തോ ഐറ്റമാണ് ഇരിക്കുന്നത്. അതുപോലെ ഹണിയുടെ ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹണിയുടെ ബോട്ടിൽ വേറെ ഒരു ബോക്സിനകത്തുണ്ട്. അപ്പോൾ ആ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നതിന് പെട്ടെന്ന് ബാസ്ക്കറ്റ് എടുത്തിട്ട് ഹണി നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഈ ബാസ്ക്കറ്റിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതിലൊരു എക്സ്ട്രാ ഗ്രീൻ ടീയുടെ പാക്ക് ഉണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഈ ടെട്രാ പാക്ക് പാൽ വാങ്ങിക്കില്ലേ, അതുണ്ട്. പിന്നെ അതുപോലെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ലേബൽ ചെയ്ത് വെച്ചിട്ട് മുകളിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ബാസ്ക്കറ്റ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സ്നാക്സിൻ്റെ കണ്ടെയ്നർ അതൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ കുറച്ച് ബാക്കിലായിട്ട് കുറച്ച് ടോൾ കണ്ടെയ്നേഴ്സിൽ കല്ലുപ്പ്, ഓയിൽ അങ്ങനെയുള്ള നമുക്ക് കാണാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻട്രി ഏരിയ അത്യാവശ്യം വൃത്തിയായി ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് ഐഡിയാസ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും എല്ലാവരും ചെയ്യുന്ന നോർമലായിട്ടുള്ള ടെക്നിക്സൊക്കെ തന്നെയുള്ളൂ, എന്നാലും ഞാനത് ചെയ്തപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.